بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് റബീഉൽ അവ്വൽ 12 ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ മുമ്പും ശേഷവുമുള്ള ദിവസങ്ങൾ. നബി സ്മരണയിലായി സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പങ്കിടുന്ന ഒരു കാലയളവ്. നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് സമ്മാനവും മറ്റുമൊക്കെയായി ധാരാളം ആരവങ്ങൾ നമ്മൾ കണ്ടതാണ്. നൈമിഷികമായി പോകുന്നുണ്ടോ പ്രവാചക പ്രണയത്തിൻ്റെ പ്രകടനങ്ങൾ എന്ന് നാം ആലോചിക്കേണ്ട ഒരു കാലവും കൂടിയാണത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വളരെ മോശമാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല. ഒരു മനുഷ്യന് ഹറാമിലേക്ക് എത്തിപ്പെടാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നു. എത്ര കൂമ്പാരം കണക്ക് അമല് ചെയ്താലും അതിനെയെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളയുന്ന വിധത്തിലേക്കുള്ള കഠിനമായ ഹറാമുകൾ ചുറ്റുവട്ടത്ത് വരുന്നതിൽ ഹറാമിൻ്റെ ഗൗരവം മനുഷ്യ മനസ്സിൽ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അത് നമ്മെ പ്രാപിക്കുന്നുണ്ട് എന്നത് നാം അറിയാതെ പോവുകയാണ്. നമ്മളെല്ലാവരും ഈമാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളവരാണെന്ന് പറയുന്നു. പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ ഈമാനിൻ്റെ ശക്തി കുറഞ്ഞവരാണ് നമ്മൾ. ഒരു മനുഷ്യൻ്റെ ക്ഷമ എന്ന് പറയുന്നതിനെ പല തട്ടുകളിലായി മഹാന്മാരായ തസവുഫിൻ്റെ ഉലമാ ക്രമീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഏതെല്ലാം അർത്ഥങ്ങളിൽ അതിനെ വ്യാഖ്യാനിച്ചാലും ക്ഷമയുടെ ക്രമീകരണത്തിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് അസ്സബ്റു അനിൽ മഅസിയ, ഒരു ഹറാമായ കാര്യം, ഒരു തെറ്റായ കാര്യം ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആ അവസ്ഥയ്ക്ക് സുന്നത്ത് എന്ന് പറയാം. അങ്ങനെ തെറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കൽ തന്നെയാണ് ഏറ്റവും വലിയ സുന്നത്ത്. ഇമാം ഗസാലിയെ പോലെയുള്ളവരുടെ തസവുഫിന്റെ കാഴ്ചപ്പാട്, ഒരു ദിവസം ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ആ ദിവസം അള്ളാഹുവിനോട് എതിര് ചെയ്യാതിരിക്കലാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാലോ. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരമുള്ള അമൽ ഏതാ? സ്വഭാവം നന്നായി ഇരിക്കെ ചെയ്യുന്ന അമൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൽ സ്വഭാവം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നായിരിക്കെ ചെയ്യുന്ന അമലുകൾ. സ്വഭാവം നല്ലതാണോ അല്ലയോ എന്നത് സമ്പർക്കത്തിൽ മാത്രമല്ല, നമ്മുടെ നഫ്സിനോട് തന്നെ നമ്മൾ ചോദിക്കണം. സ്വയം വിചാരണ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി കൊണ്ടു നടക്കണം. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ജനാസ കുളിപ്പിക്കുന്ന നേരത്തൊക്കെ മിക്കവാറും ചില സ്വഹാബികളുടെ ശരീരത്തിൽ പ്രഹരത്തിന്റെ അടയാളങ്ങൾ കാണാറുണ്ടായിരുന്നു. ആഴ്ചയിലൊരിക്കൽ സ്വയം വിചാരണ, അല്ലെങ്കിൽ പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുമ്പോൾ അന്നത്തെ കണക്കെടുക്കൽ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, ചെയ്യേണ്ടതെന്തെല്ലാം ഞാൻ ചെയ്തു, ചെയ്യാതിരുന്നു, ഇങ്ങനൊരു കണക്ക് സ്വഹാബികളിൽ നിരന്തരം ഉണ്ടായിരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന ഉപദേശമുണ്ടല്ലോ, മോനെ, നിന്റെ പ്രഭാതത്തിൽ നിന്നും നീ പ്രദോഷത്തെ കാണല്ലേ, നിന്റെ പ്രദോഷത്തിൽ നിന്നും നിന്റെ പ്രഭാതത്തെ കാണല്ലേ. എപ്പോൾ വേണമെങ്കിലും അവസാനിക്കുന്ന, വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മരണം. അങ്ങനെയെങ്കിൽ
ഒരു ഷോപ്പ് നടത്തുന്ന ആള് അന്നത്തെ കച്ചവടം കഴിഞ്ഞാൽ അത് അന്നത്തെ ദിവസം നടന്നിട്ടുള്ള സെയില്, അന്നത്തെ ദിവസം നടന്നിട്ടുള്ളതായ വരവ് ചെലവ് എല്ലാം ഏകദേശം ഒരു ധാരണയില. ഇന്ന് വലിയ മോശം ഉണ്ടായില്ല, ഇന്ന് മോശമായിരുന്നു, അങ്ങനെ ഒരു കണക്ക് അന്നാന്ന് ക്ലോസ് ചെയ്ത് പോവാം. അവന്റെ മനസ്സിലുണ്ടാകും എഴുതി വെച്ചില്ലെങ്കിൽ. ഇന്ന് വളരെ നന്നായിരുന്നു കച്ചവടം, കൃത്യമായ കണക്കില്ലെങ്കിൽ ഒരു കണക്കുണ്ടായിരുന്നു. സ്വഹാബിയോട് പറഞ്ഞത് അങ്ങനെയാ, പ്രഭാതത്തിൽ നിൽക്കെ പ്രദോഷത്തെ നീ പ്രതീക്ഷിക്കല്ലേ. ഇത് പറയാനുള്ള സാഹചര്യം എന്താ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പരുപരുത്ത പായയിൽ കിടന്നുറങ്ങിയതിന്റെ അടയാളം ഒരു വ്രണരൂപത്തിൽ വന്നപ്പോ ഞങ്ങളോടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മിനുസമുള്ള പൂമെത്ത ഞങ്ങൾ നെയ്തു തരില്ലായിരുന്നു നബിയെ. അത്വാ ഇബ്നു അബീ യസാറിനെ പോലെയുള്ള മഹാന്മാരായ ലോകപ്രശസ്തരായ നെയ്ത്തുകാര് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. മാലി വലി ദുനിയ മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ. എനിക്ക് എന്തിനാണിത്? നൈമഷികമായ ലോകത്ത് ഞാൻ എന്തിനാണ് അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത് എന്ന് സുഹദിന്റെ വർത്തമാനം പറഞ്ഞു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിവിടെ ഒരു സഞ്ചാരിയെ പോലെ, സഞ്ചാരി എന്ന് പറയുന്നത് തീഷ്ണമായ ചൂടിൽ വെയിൽ കൊണ്ടിങ്ങനെ യാത്ര ചെയ്തപ്പോ അങ്ങകലെ ഒരു മരം കണ്ടു. അതിന്റെ വിശാലമായ തണലിൽ ഒന്നൊരൽപ്പം വിശ്രമിക്കാമെന്ന് കരുതി. അങ്ങനെ ആ മരച്ചുവട്ടിലെ തണലിന്റെ തണുപ്പ് കൊണ്ടുകൊണ്ടൊരൽപ്പം വിശ്രമിച്ച ആ സമയത്തെ ആ സഞ്ചാരി എത്ര കണ്ടോ അത്രേ ഞാൻ ഈ ഭൂമിയെ കണ്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമറാഹ വ തറക്കഹ. പിന്നെ ആ സഞ്ചാരി വെയിലാറിയ നേരം തണലുപേക്ഷിച്ചു കൊണ്ട് പോകല്ലേ, ഞാനും അങ്ങനെ പോകണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് മനുഷ്യന്റെ പ്രവൃത്തിയെ നിർണയിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് മനുഷ്യന്റെ പ്രവൃത്തിയെ നിർണയിക്കുന്നത്. ചരിത്രത്തിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ, ഭൂമിയിൽ തന്നെ സ്വർഗം പണിതവർ അതിന്റെ തൊട്ടടുത്തെത്തി ആ സ്വർഗപ്രവേശത്തിൽ സാധിക്കാതെ മരണപ്പെട്ട ചരിത്രങ്ങൾ എത്രയുള്ളത്. ആദിന്റെയും സമൂദിന്റെയും കാലഘട്ടത്തിൽ എത്രയെത്ര പ്രമുഖരായ ആളുകൾ അങ്ങനെ. ഷദ്ദാദ് എന്ന് പറയുന്ന ആള് ഭൂമിയിൽ കൊട്ടാരം ഉണ്ടാക്കിയ ആളാണ്. ഭൂമിയിൽ എന്ന ആഭരണമായി ഉപയോഗിച്ചിട്ടുള്ള സർവ്വസ്വർണം ഓരോരുത്തരും ഷദ്ദാദ് ചക്രവർത്തിയുടെ മുന്നിൽ വന്ന് വെക്കണമെന്നാ പറഞ്ഞത്. ഒരു കുടുംബത്തും സ്വർണം പാടില്ല, സ്വർണം മുഴുവനും കൊട്ടാരത്തെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അവിടെ സ്വർഗം നിർമ്മിച്ചുകൊണ്ടിരിക്കുക. 2 വയസ്സുള്ള യതീമായ കുഞ്ഞിന്റെ സ്വർണത്തെ പിടിച്ചു വാങ്ങാൻ പട്ടാളക്കാർ ചെന്നപ്പോ ആ കുഞ്ഞു മനസ്സ് വിങ്ങിപ്പൊട്ടി അള്ളാഹുവോട് ദുആ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഷദ്ദാദ് ചക്രവർത്തിക്ക് സ്വർഗം നിർമ്മിച്ചോടത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതെന്ന് മഹാനായ ഇമാം റാസിയെ പോലെയുള്ളവർ തഫ്സീറുൽ കബീറിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമാണ്. ആ കാഴ്ചപ്പാടുകളിൽ നിന്നും നമ്മെ മനസ്സിലാക്കാണ്. ഒരു മനുഷ്യൻ അലാറം വെക്കുന്നു, നേരം പുലർന്നത് കേൾക്കുമെന്ന പ്രതീക്ഷയിൽ. അലാറം വെക്ക എന്നുള്ളതിനെ കുറ്റപ്പെടുത്തുകയോ ചെറുതാക്കുകയല്ല വേണം. അതുപോലെ തന്നെ വേറൊന്ന് ആ കിടക്കുന്നോടത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ബാധ്യതകൾ, നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ, നിന്റെ കടങ്ങൾ, നീ പൊരുത്തപ്പെടിക്കേണ്ടതായ കാര്യങ്ങൾ, ഇതൊരാൾക്ക് ഒരു വിവരം കിട്ടാൻ പാകത്തിന് നിന്റെ തലയിനയുടെ അടിയിൽ വെക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ധാരണ ശാശ്വതം എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്ന ആ കാര്യത്തിൽ പോലും മരത്തണല് പോലെ സങ്കല്പിച്ചു. തീരെ സാധ്യതയില്ലാത്തവർ എവിടെയൊക്കെ സങ്കല്പിക്കുന്നത്? അപ്പോൾ നമ്മളുടെ കണക്കുകൂട്ടലുകൾക്ക് അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താനും കൂടി ഒരു റബീഉ വരികയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സ്പർശിതമായിട്ടുണ്ടെങ്കിൽ വിചാരപദങ്ങളിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അറിഞ്ഞോ അറിയാതെ ഒരു നബി നിഷേധം നടക്കുന്നുണ്ട്.
എങ്ങനെയാ നബി നിഷേധം? അതിന് ഇസ്ലാമിക ഐഡന്റിറ്റിയിൽ നിന്നും പരിപൂർണമായും പുറത്തു പോകണമെന്നില്ല. ഒരു മനുഷ്യന് ഒരു സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. ഉദാഹരണം, ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാണ്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, നിൽക്കുക എന്നുള്ളതും അവന് സൗകര്യമാണ്. യഥാർത്ഥത്തിൽ വളരെ വളരെ ചിന്തിക്കാതെ അവൻ അവിടെ നിന്ന് കുടിക്കാനും നിന്ന് തിന്നാനും വേണ്ടി ഒരു കൂസലുമില്ലാതെ, എന്നാൽ ചിന്തിക്കണമല്ലോ, ഇതെന്റെ നബിയുടെ സുന്നത്തിനെ നിഷേധിക്കലാണല്ലോ. ഒരു മനുഷ്യൻ സ്വയം വിചാരണ ഓരോ പ്രവർത്തനങ്ങളുടെയും ആമുഖത്തിൽ കൊണ്ടുവന്നാൽ അവനിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. അങ്ങനെ വരാൻ ഉള്ള സാഹചര്യത്തെ മനഃപൂർവ്വം കണ്ണടച്ച് ഇരുട്ടാക്കുന്നിടത്ത് നബി നിഷേധം വരുന്നുണ്ട്. ചരിത്രത്തിൽ വലിയ വലിയ നിഷേധങ്ങൾ കാണാനുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നബി നിഷേധം തുടങ്ങുന്നിടത്താണ് ഒരു മനുഷ്യൻ അവസാനം പരിപൂർണമായി നാശമാകുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ആദ്യം ഒരു തമാശ പോലെ കണ്ടു, പിന്നീട് ആ തമാശയിൽ അല്പം ബലം കൊടുത്തു, അതിനെ പിന്നെ പരിഹാസമാക്കി കളഞ്ഞു. പരിഹാസം പിന്നെ കുഫറിലെത്തി. അങ്ങനെ ആ പൂർവീക സമൂഹത്തിൽ നബി ബന്ധങ്ങൾ അവർ ഒഴിവാക്കി പോയത്. അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൽ അവ്വലീൻ വമാ യഅതീഹിം മിർ റസൂൽ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين. എത്ര രസകരമായ ഖുർആൻ പറഞ്ഞത്. ആദ്യം ഒരു തമാശ പോലെ കണ്ടു, അതിലൊന്നും ഒരു കാര്യമില്ല, ഇപ്പൊ നീ അവിടെ നിൽക്ക്. ഖിബിലയുടെ നേരെ തിരിഞ്ഞു നിന്ന് ഉളു എടുക്കാൻ സൗകര്യമുണ്ട്, ഖിബില ഒഴിവാക്കിയും ഉളു എടുക്കാൻ സൗകര്യമുണ്ട്. രണ്ടും ഒരാളുടെ മുന്നിലെ ചോയ്സാണ്. നബി ബന്ധം ഉള്ള മനസ്സ് നേരെ അങ്ങോട്ട് തിരിയും. അങ്ങനെയാണ് മഹാന്മാരായ പൂർവീകരായ ആളുകൾ. സുന്നത്തുകളോടുള്ള അവഗണന കസ്വത്തുൽ ഖൽബ് വരും, ഹൃദയത്തിൽ നിന്നും ഈമാന്റെ വെളിച്ചം നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് മഹാന്മാരായ തസവുഫിന്റെ ഉലമാ പഠിപ്പിക്കാം. ലോകത്ത് വന്നു പോയ നബിമാരോട് സമൂഹത്തിന്റെ നിഷേധ പ്രകടനത്തിന്റെ ആ മുഖങ്ങൾ ഇങ്ങനെയായിരുന്നു. വമാ യഅതീഹിം മിർ റസൂൽ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഗൗരവം കുറച്ച് കണ്ടു, ഒരു തമാശയായി കണ്ടു, പിന്നെ അത് പരിഹാസ്യമായി മാറി. അങ്ങനെ വന്നോടത്ത് ആ പ്രവാചക ജീവിതങ്ങൾ അവർ പരിഹസിച്ച പോലെ കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. കുറ്റകൃത്യം ചെയ്യുന്നവരോടായി പറയുന്നത്, ഇതുപോലെ നബി നിഷേധത്തെ നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് അള്ളാഹു കൊണ്ടുവരുമെന്ന് ഖുർആൻ. കുറ്റകൃത്യം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാ അങ്ങനെ വിലയിരുത്തണമല്ലോ. നമ്മൾ ഏറ്റവും നല്ലതാണെന്നല്ലല്ലോ വിലയിരുത്തേണ്ടത്. അങ്ങനെയല്ലല്ലോ. ഇലാഹി അബ്ദുകൽ അസീ അതാകാ മുഖിറം ബിദ്ദുനൂബി വഖദ്ദഅകാ. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാ പാടിയിരുന്നത്. അല്ലാഹുവേ, നിന്റെ പാപിയായ അടിമ ഒരു പാപവും നിഷേധിക്കാതെ നിന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുകയാണ്. അല്ലാ, നീ എനിക്ക് മാപ്പ് തന്നാൽ നീയല്ലേ അത് തരാനുള്ളൂ. നീ എന്നെ ആട്ടി ഓടിച്ചാൽ ഫമയ്യർഹം സിവാക, ആരാ എന്നോട് കരുണ ചെയ്യാ? സയ്യിദുനാ അലി സ്വയം ആരാണെന്നുള്ള നമ്മുടെ വിലയിരുത്തലുകളാണ് ശേഷമുള്ള പ്രവൃത്തിയെ നിർണയിക്കുന്നത്. ഞാൻ തരക്കേടില്ല എന്ന് തോന്നാം, ഇന്നിപ്പോ ഇതൊക്കെ മതി. ഞാൻ തരക്കേടില്ല എന്ന് തോന്നാ, എന്നാ ഇത് മതി. അങ്ങനെയല്ല. ഇനി എന്താ ഉള്ളത് നബിയെ? ഇനി എന്താ ഉള്ളത് നബിയെ? സ്വലാത്ത് ചൊല്ലാമെന്ന് സ്വഹാബി ചോദിച്ചതാ. നീ ചെയ്യുന്ന അമല് മൊത്തം ടൈം, ആ ടൈമിന്റെ പകുതി അല്ലാതെ മുഴുവനും സ്വലാത്ത് ചൊല്ലാൻ ഞാൻ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു.
ഒരു പൂർത്തീകരണം സ്വലാത്ത് ചൊല്ലാൻ, ഹബീബിനോടെടുക്കാൻ, ഒരറ്റമില്ലാത്ത പ്രണയത്തിന്റെ വിശാലമായ ഒരു സാഗരത്തിന്റെ ഓരത്ത് നിന്നുകൊണ്ട് പ്രവാചക പ്രണയം ഹൃദയത്തെ കീഴടക്കിയ സ്വഹാബിയോട് സ്വലാത്തിനുള്ള പ്രേരണ. റബീഉ വന്നു. ഇക്കഴിഞ്ഞ ദിവസം ഒരു വഅലിന്റെ സദസ്സിൽ വെച്ച് റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ ദിവസങ്ങളിലായി ഏകദേശം ഒരു 10-15 ദിവസത്തോടുകൂടെ 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്വർണ്ണ നാണയം സമ്മാനം കൊടുത്ത ഒരു വേദിയിൽ ഞാൻ പങ്കെടുത്തതാ. ആലോചിച്ച് നോക്കണേ, പഠിക്കാനുണ്ട്, പരീക്ഷ ഉണ്ടായിരുന്നു, ഓണപരീക്ഷ ഉണ്ടായിരുന്നു. 6 ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലിയ ഒരു വിദ്യാർത്ഥിക്ക് സ്വർണ്ണ നാണയം സമ്മാനം കൊടുത്തൊരു വേദിയിൽ പങ്കെടുത്തു. ആലോചിച്ച് നോക്കണം, എന്തേ നമുക്ക് കഴിയുന്നില്ലേ? എവിടെയൊക്കെയോ നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ഒരു നബി നിഷേധം വരുന്നുണ്ട്. ജബൽ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്കാണ് കുടുംബത്തെ വിളിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി. ആ പർവ്വതം ഒരഭിപ്രായത്തിൽ അത് സഫാ പർവ്വതമാണെന്നും പറയുന്നുണ്ട്. മിഷ്കാത്തിൽ കാണുന്നു ജബൽ അബുൽ ഖുബൈസ് ആണെന്ന്, ഇമാം റാസി രേഖപ്പെടുന്നു സഫാ കുന്നാണെന്ന്. ഏതുമാകട്ടെ, അവിടെ വെച്ചുകൊണ്ട് കുടുംബത്തെയും ഗോത്രത്തെയും പ്രത്യേകം പ്രത്യേകം വിളിച്ചു. ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ദീന് പറയണം. 3 വർഷക്കാലം, നുബുവത്തിന്റെ ആദ്യത്തെ 3 വർഷക്കാലത്തോളം മലഞ്ചെരിവിൽ ഒതുങ്ങി നിന്ന് പതുങ്ങി നിന്ന് ഇബാദത്ത് ചെയ്തു, അള്ളാഹുവിനെ സ്മരിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി ആദ്യത്തെ 3 വർഷം, 5-ാം വർഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. 40-ാമത്തെ മെമ്പറായി. വളരെ സ്വകാര്യമായിട്ട് ഇസ്ലാമിക പ്രവർത്തന ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു, യാ ആല ഗാലിബ്, ഓ ഗാലിബ് എന്ന വല്ലുപ്പാട് പ്രിയപ്പെട്ട പേരമക്കളെ. ഫഖറജത്ത് ഇലൈഹി ഗാലിബും, ഗാലിബ് ഗോത്രക്കാർ മുഴുവനും അല്ലെങ്കിൽ ഗാലിബ് കുടുംബക്കാർ മുഴുവനും റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നു. ആദ്യം ആ വിളി കേട്ടപ്പോ മുന്നിൽ വന്ന ആൾ അബൂലഹബ്. ഗാലിബ് വന്നു കഴിഞ്ഞപ്പോ ചോദിച്ച അബൂലഹബ്, ഹാദിഹി ഗാലിബുൻ ഖദ അതത്ക ഫമാ ഇൻദക. ഗാലിബ് ഗോത്രത്തെ വിളിച്ചത് അവരെത്തി, ഇനി എന്താ പറയാനുള്ളത്? കേൾക്കാനുള്ള ആകാംക്ഷയോടുകൂടെ അബൂലഹബ് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ഉന്നയിക്കുകയാണ്. പിന്നെ ലുഐ എന്ന വല്ലുപ്പാടെ മക്കളെ വിളിച്ചു. അവരും എത്തിയപ്പോൾ അബൂലഹബ് ചോദിച്ചു, തുടങ്ങല്ലേ, എന്താ പറയാനുള്ളത്? പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് യാ ആല മുറ, മുറത്തിന്റെ മക്കളാരാ ഉള്ളത്? അവരും എത്തി. അബൂലഹബ് ചോദിച്ചു, ഹാദിഹി മുറ ഖദ അതത്ക ഫമാ ഇൻദക എന്ന തുടങ്ങല്ലേ? എന്തൊരു ആകാംക്ഷ, എന്തൊരു താല്പര്യം. പറഞ്ഞു, ഒരു കുടുംബവും കൂടിയുണ്ട്, യാ ആല കിലാബ്. കിലാബ് എന്ന വല്ലുപ്പാട് പരമ്പരയിലെ പൊന്നുമക്കളെ എല്ലാവരും എത്തി. ഖുസൈന്റെ കുടുംബത്തെയും വിളിച്ചു. അബൂലഹബിന്റെ ധൃതി കൂടി. എന്നിട്ട് പറഞ്ഞോളൂ, കേൾക്കാനുള്ള ആഗ്രഹം. ചിരിവിടർന്ന മുഖം, ചിരിവിടർന്ന മുഖം, കപടത ഉള്ളിൽ വെച്ചുകൊണ്ട് ചിരി വിടർന്നിട്ട് എന്ത് കാര്യം? അബൂലഹബിന്റെ മേശയുടെ ചുറ്റും സങ്കടം പറയാൻ ആയിരങ്ങൾ വന്നിരുന്ന കാലം. ആ നാട്ടിലെ ഏറ്റവും വലിയ വർത്തക പ്രമാണി. അങ്ങനെയുള്ളോടത്തേക്ക് അസൂയയിൽ കലർന്ന ഒരു വിദ്വേഷം. ആ മേശയുടെ ചുറ്റും കൂടിയവർ അവിടെ നിന്ന് അകന്നകന്നു പോകുന്നു. കാരണം മക്ക കണ്ട ഒരു സമാധാനത്തിന്റെ തണൽമരം അവിടെ വന്നേ. ആ തണൽമരത്തിന് വേണ്ടി കാലം കാതോർത്തതാ പെരുത്തു നൂറ്റാണ്ടുകൾക്കിടയ്ക്കലൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ നടുന്നു വൃക്ഷത്തെ തണിക്കു പാന്തരായി വരുന്നവർ കുത്തമ വിശ്രമത്തിനായി. ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലിൽ മുഖ്തഹിമി. ആർക്കും സങ്കടം എന്ന് പറയാനുള്ള തണൽമരം മക്കയിലുണ്ട്. അബൂലഹബിന്റെ മേശപ്പുറത്ത് വേണ്ട ഇനി അയാളുടെ നെറ്റി ചുളുങ്ങിയ മുഖമല്ല ഇനി സംഭാഷണം നടത്താം. വ്യഭിചരിച്ച് വന്നവന് രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ബോധമുണ്ടായിട്ടും അത് മുഹമ്മദ് റസൂൽ നടപ്പാക്കുന്നതിലൊരു സന്തോഷമുണ്ട്. ഏറ്റുപറയാൻ
ആനുകൂല്യത്തിന്റെ 6 പഴുതുകൾ കാണിച്ചു കൊടുത്തോടത്ത് അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് മരണം വരിച്ച മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ തണൽ മരം തേടി വന്നവരാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം സംഗമിച്ചോടത്ത് വെച്ച് എനിക്ക് പറയാൻ 1-2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത് പറയട്ടെ, ഞാൻ ആരാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുഴുവൻ സത്യമല്ലേ? ഈ കാണുന്ന പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ സന്നാഹങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഉവ്വ. എന്നാ ഞാൻ രണ്ടാമത് ചോദിക്കട്ടെ, അള്ളാഹു എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. എന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരോട് നരകത്തിന്റെ മുന്നറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു, തൗഹീദ് പറയാൻ പറഞ്ഞു. നിങ്ങളതറിയോ? اعلموا أني لا أملك لكم من الدنيا حظا ولا من الآخرة نصيبا إلا أن تقولوا لا إله إلا الله. ദുനിയാവിൽ ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ആഖിറത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ വന്നവനെ ആഖിറത്തിൽ ഞാൻ സഹായിക്കാം. അതുകൊണ്ട് എന്റെ കൂടെ കൂടോ? അങ്ങനെ ചോദിച്ചത്. എന്റെ കൂടെ കൂടോ? ഉടനെ അബൂ ലഹബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, തബ്ബല്ലക ലിഹാദാ ദഅൗതനാ. സൂറത്ത് മസ്ദ് ഇറങ്ങുന്നപ്പോഴാണ് പറയുന്നത്, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണ് വിളിച്ചത്. അബൂ ലഹബിന്റെ പിന്നാലെ കൂടി. അബൂ ലഹബ് കലിമ ഉച്ചരിച്ചുകൊണ്ടത് ഉറക്കമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമൂഹങ്ങളെ സ്വാധീനിക്കും. അയാളിൽ ഒരുപാട് നന്മകൾ വേറെയുമുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ സ്പർശിതമാവുക എന്ന നന്മയില്ല, അതൊഴിച്ചു ബാക്കിയല്ലാണ്ട്. കിബർ കൊണ്ട് സാധിക്കാതിരുന്ന അയാൾ പിന്നെയും പിന്നാലെ കൂടി. മഹാനായ ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്, പകല് മുഴുവൻ പിന്നാലെ ചെന്നു, വിസമ്മതിച്ചു. ഫലമ്മാ ജന്നൽ ലൈലു ദഹബ ഇലാ ദാരിഹി മുസ്തന്നം ബിസുന്നത്തി നൂഹ് അലൈഹിസ്സലാം. പ്രമുഖർ മുഖം തിരിക്കുന്നോടത്ത് പാതിരാവിൽ ചെന്നുകൊണ്ട് ദീനിലേക്ക് ക്ഷണിക്കുന്ന പതിവ് നൂഹ് നബിക്കുണ്ടായിരുന്നു. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നാലെ ചെന്നു, പാതിരാവിൽ ചെന്നു. ആ സമയം ചോദിച്ചു, പ്രിയപ്പെട്ട മൂത്താപ്പ, എന്റെ കൂടെ കൂടിക്കൂടെ? ആ വീട്ടിലേക്ക് ചെല്ലുന്ന രംഗം എങ്ങനെയാ? നീ വന്നത് എന്റെ അടുത്ത് വല്ല പരാതി പറയാനാണോ? അതെ, ഞാൻ പരാതി പറയാനാ വന്നത്. എന്ന പരാതിക്കാരിരിക്കേണ്ടത് എവിടെയാ? ഒരു ആവശ്യം യാചിച്ച് വാങ്ങാൻ വന്നവനെ പോലെ മുന്നിൽ ചെന്നു, പ്രിയപ്പെട്ട മൂത്താപ്പാടെ മുന്നില്. എന്നിട്ട് ആവശ്യക്കാരനെ പോലെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഇൻകാന യംനഉകൽ ആറു ഫഅജിബ്നി ഫി ഹാദൽ വഖതി വഅസ്കത. അല്ല മുത്താപ്പ, ഇപ്പൊ നമ്മൾ രണ്ടാളേ ഉള്ളൂ, വേറൊരാൾ കേൾക്കാനില്ല അല്ലാതെ. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, രഹസ്യമായിട്ട് ഉള്ളിൽ വെച്ചാ മതി, പരസ്യമായിട്ട് പറയണമെന്നില്ല. അങ്ങേക്ക് പകല് എന്റെ കൂടെ കൂടാൻ മോശമാണ്, ആക്ഷേപമാണ് എങ്കിൽ ഇപ്പൊ ആരും അറിയില്ലല്ലോ, ഒരു വട്ടം ഒന്ന് പറഞ്ഞാ മതി. മിണ്ടാട്ടം മുട്ടിപ്പോയെന്ന ആ ചരിത്രത്തിലുള്ളത്. വാ അടഞ്ഞു പോയ അബൂ ലഹബിന് എന്താ പറയാ, നിഷേധിക്കാൻ പഴുതില്ല. ആ സമയത്ത് പറഞ്ഞ ആ ഉമ്മറത്തൊരു ആട്ടിൻകുട്ടി കിടക്കുന്നുണ്ട്. ഈ ആട്ടിൻകുട്ടി നിന്നോട് വർത്താനം പറഞ്ഞാൽ അത് കാണാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ അപ്പ വിശ്വസിക്കാമെന്ന് അബൂ ലഹബ് പറയാ. മനസ്സിലായില്ല? അവിടെ ഒരു ആട് കിടക്കുന്നുണ്ട്. ഈ ആട്ടിൻകുട്ടി നിന്നോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ അപ്പ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി. അള്ളാഹുവിന്റെ ഹബീബ് ആട്ടിൻകുട്ടിയോട് ചോദിച്ചു, മന്നാന, ഞാനാരാ? ആ സമയം ആട്ടിൻകുട്ടിക്ക് അള്ളാഹു സംസാരിക്കാൻ നാവിന് ശക്തി കൊടുക്കുകയാണ്. അബൂ ലഹബ് കേൾക്കാൻ വിധം ആട്ടിൻകുട്ടി സംസാരിക്കുന്നു. ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആട് സംസാരിച്ചത് ഒരു അധ്യായത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലമായി മുഫസ്സിറുകൾ പറയുന്നത്,
ലോക പ്രശസ്തമായ തഫ്സീറുകളിൽ ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ കാണാം, ഒരു മൃഗം പോലും പ്രകീർത്തിച്ചതിന് വഹയി വരുന്നതിന്റെ കാരണമായി മഹാന്മാരെ എണ്ണുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടി ശ്രേഷ്ഠരായ മനുഷ്യർ പ്രകീർത്തിച്ചാൽ അതിന്റെ പരിഗണന എത്രയാണ്? ആട് പ്രകീർത്തിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ളതായ പ്രകീർത്തനവും സ്നേഹവും പ്രണയവും ആടിന്റെ വാചാലതയിൽ. ആ സമയത്തുണ്ടല്ലോ ഫസ്തൗലൽ ഹസദു അലാ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ അസൂയ മൂത്തു. ഫഅഖദ യദൈൽ ജദീ വമസ്സഖഹു, കരുത്തനായ അബൂ ലഹബ് ആ ആട്ടിൻ കുഞ്ഞിന്റെ മുന്നിലെ 2 കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ടൊരൊറ്റ വലിയങ്ങ് വലിച്ചു, പിച്ചി ചീന്തി. അപ്പോഴാണ് അയാളെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബി വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ്. ഒരധ്യായത്തിൽ ആക്ഷേപിക്കുന്നോടത്ത് ദുനിയവിയായ യോഗ്യത മുഴുവനും, അയാളുടെ ദുന്യവിയായ യോഗ്യത മുഴുവൻ പറഞ്ഞിട്ട് അത് ഉപകാരപ്പെടൂല എന്ന് കൃത്യമായി പറഞ്ഞു. സമ്പൽ സമൃദ്ധിയിൽ വല്ലാതെ അതുല്യമായ, ആരും കൊതിക്കുന്ന രാജകീയ ജീവിതം ജീവിച്ച അബൂ ലഹബേ, നിന്റെ 2 കൈകൾ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. നിന്റെ കൈയിന്റെ ബറക്കത്ത് പോയിരിക്കുന്നു. നിന്റെ 2 കൈയും നാശമാവട്ടെ, നീ നശിച്ചു പോകട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആടിന്റെ കൈക്ക് പിടിച്ച് വലിച്ച് പിച്ചി ചിന്തിയതിന്റെ ബദലായി നബി സ്നേഹത്തെ പ്രകടിപ്പിച്ചത് ഒരു ആട്, ഒരു മൃഗം. അതിനെ പോലും അള്ളാഹു പരിഗണിച്ചു. ആ പരിഗണനയിൽ, ഒരു നബി പ്രകീർത്തനത്തിന്റെ പരിഗണനയിൽ, നബി കുടുംബത്തിൽപ്പെട്ട ആളെ അള്ളാഹു വിമർശിച്ചും കുറ്റം പറഞ്ഞും പരിശുദ്ധമായ ആയത്തുകൾ അവതരിച്ചു. എവിടെയൊക്കെയോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തമിക്കുന്നുണ്ട് ഹൃദയത്തിൽ. ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഓരോ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും കടന്നു വരണം. റസൂലുള്ളാഹിക്ക് ഇഷ്ടാണോ അല്ലയോ? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. നന്മകൾ ചെയ്യാൻ പ്രയാസമുള്ള കാലമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചാരിറ്റി പഴയ കാലത്തെ പോലെയല്ല, കൂടുതലുണ്ട്. മറ്റുള്ള സഹായങ്ങളുണ്ട്, സഹകരണങ്ങളുണ്ട്, മജ്ലിസുകളുണ്ട്. ഓൺലൈനിൽ മജ്ലിസ് ഉണ്ട്, ഓഫ്ലൈനിൽ മജ്ലിസ് ഉണ്ട്. യൂട്യൂബ് തുറന്നാൽ ഇഷ്ടം പോലെ വഴുതുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പിന്നെന്താ കുറവ്? ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ നന്മയായി അല്ലാഹു പരിഗണിക്കണം. അതിന് ചില നന്മകളുണ്ട്. ഒന്ന് ചെയ്താൽ 10 നന്മ എന്ന പരിഗണനയിൽ കിട്ടുന്ന നന്മയുണ്ട്. അതിന് ഹൃദയ സാന്നിധ്യവും വേണ്ട, ഒരിക്കലും പാഴല്ലെന്ന് പരിപൂർണമായും ബോധ്യപ്പെടാവുന്ന നന്മ. അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത. സ്വലാത്തിൽ തർക്കമില്ലല്ലോ. എവിടെ സ്വലാത്ത് ഒഴിവാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ അകത്ത് സ്വലാത്ത് ഒഴിവാകുന്നില്ലല്ലോ. നിസ്കാരം തന്നെ അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമായത്, സുഹൃതമായത് എന്തുകൊണ്ടാണ്? നിസ്കാരത്തിൽ സുജൂദ് എന്ന് പറയുന്ന കർമ്മം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ സുജൂദില്ലാത്ത നിസ്കാരമുണ്ട്, മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരത്തിൽ സുജൂദ് ഇല്ലാത്തതിന്റെ പേരിൽ മയ്യിത്ത് നിസ്കാരത്തിന്റെ പദവി കുറഞ്ഞിട്ടില്ല, ഫർദ് കിഫയാണ്. മയ്യിത്ത് നിസ്കാരത്തിന്റെ 5ാമത്തെ ഫർദ് അസ്സലാത്തു അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. നമാസ് में അസമീം കലിമ में മൗറാറുസ് पर हर जा. എവിടെയാ റസൂലുള്ളാഹി ഇല്ലാത്തത്? എല്ലാ സ്ഥലത്തുമുണ്ട്. നിസ്കാരത്തിന്റെ അകത്ത് അയ്യുഹൻ നബിയു എന്ന ഒരു പ്രയോഗമുള്ളത് കൊണ്ട് അത് പരിഷ്കരിക്കണമെന്നാണ് 950 കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു പുത്തൻ പ്രസ്ഥാനം ആദ്യമായി വാദിച്ചത്. അയ്യുഹൻ നബിയു ഒഴിവാക്കിയിട്ടുള്ള തഹിയ്യത്ത്. ആരായി അയ്യുഹൻ നബിയു പറഞ്ഞത്? ഈ അയ്യുഹൻ നബിയു പറയാൻ അള്ളാഹു വാക്കുകൾ കൊണ്ട് പിശുക്ക് കാണിച്ച 1,23,999 നബിമാരുണ്ട്. അയ്യുഹൻ നബിയു പറഞ്ഞത് എപ്പോഴാ? മിഅ്റാജിന്റെ അനുഗ്രഹാനുഭൂതിയുടെ യാത്രയിൽ നിശാപ്രയാണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ
ജിബ്രീൽ അലൈഹിസ്സലാം ഒഴിവാകുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സിദറ കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതെ അശക്തനായി വിറയ്ക്കുകയും പേടിക്കുകയും ചെയ്യുന്ന അപൂർവമായ കാഴ്ച കണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ജിബ്രീൽ? കരുത്തനായ ജിബ്രീൽ. റഅയ്തു ജിബ്രീല ഇൻദ സിദ്റത്തിൽ മുൻതഹാ വലഹു 600 ജിനാഹ്. പരിപൂർണ രൂപത്തിലാ ഞാൻ ജിബ്രീലിനെ കണ്ടത്, 2 വട്ടാ കണ്ടത്. വലഖദ റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. സിദ്റയുടെ മുന്നിൽ വെച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ പരിപൂർണ രൂപത്തിൽ കണ്ടു. ആ പരിപൂർണ രൂപത്തിൽ ജിബ്രീലിന് വിറയൽ വരികയാണ്. ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലു വഖാഫ് ഫി ശത്തിഹി റുഅബൻ ഫവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് أبصر تناجي ربك القيوم صلوا عليه وسلموا تسليما صلى الله على محمد. എന്നെ ഉപേക്ഷിച്ചിട്ടങ്ങ് മുന്നോട്ട് പോയാലും നബിയെ, പ്രകാശം തിരതള്ളുന്ന സമുദ്രത്തിന്റെ ഓരത്ത് വെച്ചുകൊണ്ട് ജിബ്രീൽ പിൻവാങ്ങുമ്പോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് അമ്പിയ കുലത്തിലെ ഒരു മഹാനും മുന്നേ കടന്നു ചെല്ലാത്തോടത്ത് റബ്ബിനെ എന്തു കൊടുക്കണം? റബ്ബിനോടുള്ള അഭിമുഖത്തിൽ നേർക്കുനേർ നിൽക്കുമ്പോൾ എന്തു കൊടുക്കണം? എന്താ കൊണ്ടുപോവാ? മുമ്പാരും അങ്ങനെ കൊണ്ടുപോയതിനെ കുറിച്ചൊന്നും അറിയാനില്ല, ആരോട് ചോദിക്കാനില്ല. എന്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കൊടുക്കാൻ, അതിന്റെ മുകളിൽ പറയാനുള്ള പക്വതയുള്ള ഒരു പടപ്പ് വേറെയില്ല. ആലോചിക്കണം. നമുക്കങ്ങനെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോ പ്രായത്തിൽ മൂത്തവരോട് ചോദിക്കാം, ഞാൻ എന്താ വേണ്ടത്, ഞാൻ എന്താ കൊടുക്കേണ്ടത്? ഒരാലോചനയ്ക്ക് അത് പറയാനുള്ള പക്വതയിൽ ഒരു പടപ്പ് വേറെയില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒരു തോന്നലുണ്ട്. നേർക്ക് നേരെ അള്ളാഹു വഹിയ കൊടുക്കുന്ന പോലെ അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ അനുഗ്രഹീതമായ അഭിവാദ്യങ്ങളും പ്രകീർത്തനങ്ങളും അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ അല്ലാഹ് തിരിച്ചു പറയുന്നൊരു വാക്കാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ നബിയേ, അയ്യുഹയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം? അള്ളാഹുവിന്റെ ഖുർആനിലെ 124 ആയത്തുകളിലൂടെ 136 പ്രാവശ്യം റബ്ബ് പേര് പറഞ്ഞ മഹാനാണ് സയ്യിദുനാ മൂസ. ആ മഹാന്റെ പേരിന്റെ കൂടെ ഒരൊറ്റ പ്രാവശ്യവും ഖുർആനിൽ അയ്യുഹയില്ല. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഇബ്രാഹിം. ആ മഹാന്റെ പേര് ഖുർആനിൽ 69 സ്ഥലങ്ങളിലുണ്ട്. ഒരിടത്തും അയ്യുഹ ഇബ്രാഹിം ഇല്ല. ഒരിടത്ത് പറയാമെന്ന് തോന്നിപ്പോയ സങ്കടത്തിന്റെ വചനങ്ങളുണ്ട്. പൊന്നുമോനെ മിനാ താഴ്വരയിൽ കമഴ്ത്തി കിടത്തി അറുക്കാൻ ശ്രമിക്കുന്ന നേരത്ത് ഒരു വല്ലാത്ത പരീക്ഷണമായിരുന്നുവെന്ന് ഖുർആൻ. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ആ വല്ലാത്ത പരീക്ഷണത്തിന്റെ പരിപൂർണമായ മാർക്കും ഫഅതമ്മഹുന്ന. ആയത്ത് ശകലങ്ങൾ അങ്ങനെയാ. പരിപൂർണ മാർക്ക് വാങ്ങിയ മനുഷ്യനെ പ്രശംസിച്ചും ആ മനുഷ്യനെ പ്രകീർത്തിച്ചും ആ മനുഷ്യനെ അംഗീകരിച്ചുകൊണ്ടും ഒരു അയ്യുഹ മിനാ താഴ്വരയിൽ അന്ന് കൊടുക്കാമായിരുന്നു. പക്ഷേ പൊന്നുമോന അറുക്കുന്ന പരീക്ഷണം വിജയിച്ച ഇബ്രാഹിം നബിയെ അന്ന് അല്ലാഹ് വിളിച്ചത് വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. യാ ഇബ്രാഹിം എന്നാ വിളിച്ചത്. എന്നാൽ ഈ അയ്യുഹ ഇബ്രാഹിം നബിക്ക് കിട്ടാത്ത അയ്യുഹ, മൂസാ നബിക്ക് കിട്ടാത്ത അയ്യുഹ കേട്ടോളൂ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന
يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലാൻ വിളിച്ചപ്പോ ഈ അയ്യുഹ കൊണ്ടുവന്നു. മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലാൻ വിളിച്ചപ്പോ മുത്ത് നബിയെ സ്നേഹിക്കുന്നവരെ അള്ളാഹു എത്ര കണ്ട് റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ സ്വലാത്ത് ചൊല്ലുക എന്നത് ചുണ്ടിലൊന്ന് സംഭവിച്ചാൽ, നമ്മളിപ്പോ യതീമക്കൾക്ക് ഭക്ഷണം കൊടുത്തു ഒരു നന്മയാണ്, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു ഒരു നന്മയാണ്, ഒരു പള്ളി പണിത് കൊടുത്തു നന്മയാണ്, ഒരു പാവപ്പെട്ടനെ സഹായിച്ചു നന്മയാണ്. നന്മകൾ ഒരുപാടുണ്ട്. അള്ളാഹ് കബൂലാക്കിയ ഒരു നന്മ എന്ന് പറയുന്ന നന്മ ഏതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏതൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷെ അള്ളാഹ് കബൂലാക്കിയ 10 നന്മ കിട്ടും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ. അതിന്റെ വലിപ്പം എത്രയെന്ന് മനുഷ്യന്റെ ഭാവനയിലില്ല. വാക്കുകൾക്ക് വഴങ്ങാത്ത ഒരു വലിയ ഭാവനക്കപ്പുറത്തുള്ള അക്ഷരങ്ങൾ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാത്ത പ്രതിഫല പ്രവാഹമേ മുത്തുനബിയുടെ പേരിലുള്ള സ്വലാ. നബി നിഷേധത്തിന് ഹൃദയത്തിൽ നിന്നും കുടിയിറക്കാൻ കഴിയുന്നതായ ഏറ്റവും വലിയ മന്ത്രം മൻ സല്ലല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിബത ലഹു 10 ഹസനാത്ത് ഔ ഹുത്ത അൻഹു 10 സയ്യാത്ത് വറുഫിഅ ലഹു 10 ദറജാത്ത്. ഇബ്നു അബീ ശൈബ തങ്ങൾ മുസന്നഫിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഖാല റസൂലുള്ളാഹി, ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബ തങ്ങൾ ഒരു സ്വലാത്ത് കൊണ്ട് 10 നന്മ. മറ്റൊരു റിവായത്തിൽ കാണാം, ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട്, മൻ സല്ലല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി വമലായികതുഹു 70 സ്വലാ. ഒരു സ്വലാത്തിന് 70 പുണ്യം. ആ പുണ്യം അവന് ചേരാൻ വേണ്ടിയിട്ട് മലക്കിന്റെ പ്രാർത്ഥന അല്ലാഹു ചെയ്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. സ്വലാത്ത് പാഴല്ല. ഒരു സ്വലാത്ത് ചൊല്ലിയവന്റെ അഡ്രസ് അവിടെയുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയവന്റെ അഡ്രസ് ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിന്റെ കയ്യിലുണ്ട്. ഒരു ഹദീസ് കേട്ടോളൂ. ഇന്ന മലക്കൻ മുവക്കലും ബിമൻ സല്ലല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മലക്ക് റൗളയുടെ മുന്നിലുണ്ട്. ഒരു മലക്ക് റൗളയുടെ മുന്നിലുണ്ട്. ഇബാറത്ത് വായിച്ചിട്ടാ പറയുന്നത്, ആ മലക്കിന് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അൻ യുബല്ലിഗ അൻഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയോട് വിവരം കൊടുക്കല. ആ മലക്കിന്റെ ഡ്യൂട്ടി വേറെ ഒരു ഡ്യൂട്ടി ഇല്ല. എന്താ വിവരം കൊടുക്ക? ഇന്ന ഫുലാനൻ മിൻ ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിലെ ഇന്നാലിന്ന ആള് സ്വല്ലാ അലൈക, അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ. അത് 10 വട്ടം പറയാം. ഈ ഹദീസുകളുടെ ആകത്തുക അങ്ങനെയല്ലേ. ഒന്ന് ചൊല്ലിയാൽ 10 ഗുണം. റസൂലുള്ളാഹിയുടെ മുന്നില് 10 വട്ടം പറയൽ വലിയൊരു ഗുണമല്ലേ? നമ്മുടെ മുന്നില് 10 പ്രാവശ്യം 15 പ്രാവശ്യം ഒരാളെ പറഞ്ഞാൽ, അല്ല 10,000 പ്രാവശ്യം നമ്മുടെ മുന്നിൽ ഒരാളെ പറഞ്ഞാൽ അയാളെ കണ്ടില്ലേൽ പോലും, കാണുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യമാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കണ്ടില്ലേൽ പോലും ആ മനുഷ്യനെ ഒരു വിശാല വിജനതയിൽ വെച്ച് കാണുമ്പോ എവിടെയോ നിങ്ങളെ എനിക്കറിയാം, എവിടെയോ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബന്ധം പറയാറുണ്ടല്ലോ, നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പറയുമെങ്കിൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവനെ കോടിക്കണക്കിന് പ്രാവശ്യം റസൂലുള്ളാഹിയുടെ മുന്നിൽ മലക്ക് അതിന്റെ ഏറ്റവും വശ്യമനോഹരമായ അവതരണ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോ ആ മനുഷ്യനെ ഹബീബ് തിരിച്ചറിയുന്ന മഹ്ശറയിൽ കൈക്കിങ്ങനെ പിടിക്കും. ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധം, എനിക്ക് ഏറ്റവും ബന്ധം, ഔല ഏറ്റവും ബന്ധം, ഇനി അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. സൂപ്പർലേറ്റീവാണ്. അക്സറുഹും അലയ്യ സ്വലാ, എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ദിവസങ്ങൾ പാഴാക്കല്ലേ, ഇനിയും നമുക്ക് സ്വലാത്തിന്റെ ദിനങ്ങൾ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ തുടക്ക ഇനി നമ്മൾ കൂടുതൽ ചൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 313 രൂപ എന്ത് ഉദ്ദേശമാണോ അത് നീ സഫലമാക്കണേ അല്ലാ. വിദേശത്ത് പോകുന്നതിനുള്ള വിസ കിട്ടാനും നല്ല ജോലി കിട്ടാനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു അമുസ്ലിം സഹോദരൻ, അല്ലാഹുവേ നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ആവശ്യം നീ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകാൻ, ഏറ്റെടുത്തവർക്ക് തടസ്സങ്ങളില്ലാതെ പൂർത്തിയാകാൻ ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ട് പലരും ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഒരു സഹോദരന്റെ വീട് പണിയുടെ സമാരംഭമാണ്, പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് കുറച്ച് മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ഒരുപാട് പേര് വീട് പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, നീ റാഹത്താക്കണേ അല്ലാ. ഒരു പ്രവാസി പ്രത്യേകം ദുആ ചെയ്യാൻ പള്ളിക്ക് സംഭാവന തന്നിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തോ നീ സഫലമാക്കണേ അല്ലാ. വരുന്ന ദിവസം നടക്കുന്ന മകളുടെ വിവാഹം എല്ലാം ബറക്കത്തിലാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പിതാവ്, അല്ലാഹുവേ നീ ബറക്കത്തിലാക്കണേ അല്ലാ, നീ ബറക്കത്തിലാക്കണേ അല്ലാ. ആ പെൺകുട്ടിക്ക് നല്ലൊരു വിവാഹ ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ബഹുമാന്യനായ കൊല്ലംപറമ്പിൽ ഇസ്മായിൽ സാഹിബ്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് പള്ളിക്ക് വേണ്ടി വഖഫ് ഭൂമികയിലേക്ക് വലിയ ഒരു പങ്കാളിത്തം അദ്ദേഹം അറിയിച്ചത് അടക്കമുള്ള എല്ലാ സംഭാവനകളും ജാരിയായ സദഖയായ ഖബറിലേക്ക് ഒഴുകണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. രോഗസംബന്ധമായ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ പരിപൂർണമായ ഇബാദത്തിന്റെ കൂലിയിൽ രേഖപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന് വേണ്ടി മക്കൾ ചെയ്യുന്ന, ബന്ധുക്കൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ മുഴുവനും നീ സ്വീകരിക്കുക അല്ലാ. അല്ലാഹുവേ പലപ്പോഴായി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ പള്ളിയോട് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.